communist as the mayor of the largest city in the nation. നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റ് ആണോ? ചോദ്യം കേട്ട് അയാൾ ചിരിച്ചു. അല്ല, ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ല. ദശാബ്ദങ്ങൾക്ക് മുമ്പ് മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞുവെച്ച ആശയങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റാണ് ഞാൻ. അയാൾ തുടർന്നു. പ്രസിഡന്റ് ട്രംപ് ചതിച്ച തൊഴിലാളി വർഗത്തിന് വേണ്ടിയാണ് എന്റെ പോരാട്ടം. കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തൻ, ഇസ്ലാമിസ്റ്റ്, തീവ്രവാദി, അങ്ങനെ ചുറ്റിലും ചീറ്റിയ വിദ്വേഷങ്ങളെ കീറിമുറിച്ച് ന്യൂയോർക്കിന്റെ നഗരാധിപതിയാവുകയാണ് സൊഹ്റാൻ മംദാനി. വലത് രാഷ്ട്രീയത്തിന് വിളനിലമാകുന്ന ട്രംപിന്റെ അമേരിക്കയിൽ മുതലാളിത്തം കൊടികുത്തി വാഴുന്ന ഒരു നഗരത്തിൽ സാധാരണക്കാരന്റെ ആകുലതകൾക്ക് പരിഹാരം കാണാൻ ഒരു ജനാധിപത്യ സോഷ്യലിസ്റ്റ് എത്തുന്നു എന്നത് തന്നെയാണ് മംദാനിയുടെ ജൈത്രയാത്ര ആഗോള ശ്രദ്ധ പിടിച്ചുപറ്റുന്നതിന് കാരണം. തൊഴിലാളി വർഗത്തിന് വേണ്ടിയാണ് പോരാട്ടമെങ്കിലും സാധാരണക്കാരന്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുകയാണ് ലക്ഷ്യമെങ്കിലും അയാൾ ഒരു കമ്മ്യൂണിസ്റ്റ് അല്ല. പിന്നെ എന്താണ് മംദാനി മുന്നോട്ട് വയ്ക്കുന്ന ആശയം? ഈ ജനാധിപത്യ സോഷ്യലിസ്റ്റ് ഭരണം ന്യൂയോർക്കിൽ എളുപ്പമാകുമോ? ട്രംപിന്റെ വിഭാഗീയ രാഷ്ട്രീയത്തിന് കടുത്ത തിരിച്ചടിയായിരുന്നു ന്യൂയോർക്ക് മേയറായുള്ള സൊഹ്റാൻ മംദാനിയുടെ വിജയം. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരത്തിൽ ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് മേയറായി വിജയിക്കുന്നത് അമേരിക്കയുടെ ദേശീയ രാഷ്ട്രീയത്തെയും സ്വാധീനിക്കുമെന്നാണ് വിലയിരുത്തലുകൾ വരുന്നത്. മുതിർന്ന സെനറ്റ് അംഗവും പുരോഗമന ചിന്താഗതിക്കാർക്കിടയിൽ ആരാധ്യനുമായ ബേണി സാൻഡേഴ്സ്, ന്യൂയോർക്കിൽ നിന്നുള്ള കോൺഗ്രസ് അംഗം അലക്സാൻഡ്രിയ ഒക്കാസിയോ-കോർട്സ് തുടങ്ങിയവർ നേതൃത്വം നൽകുന്ന ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ഓഫ് അമേരിക്ക അഥവാ DSAയിലെ പ്രഖ്യാപിത അംഗമാണ് മംദാനി. തൊഴിലാളി വർഗം പ്രവർത്തിക്കേണ്ടത് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനാണ്, അല്ലാതെ കുറച്ചുപേർക്ക് ലാഭമുണ്ടാക്കാനല്ല എന്നതാണ് DSA മുന്നോട്ട് വയ്ക്കുന്ന വാദം. ജനാധിപത്യ പ്രക്രിയകളിലൂടെ സോഷ്യലിസ്റ്റ് ലക്ഷ്യങ്ങൾ നേടാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമാണ് യഥാർത്ഥത്തിൽ ജനാധിപത്യ സോഷ്യലിസം. വിപ്ലവകരമായ അട്ടിമറികളിലൂടെയല്ലാതെ തിരഞ്ഞെടുപ്പുകളിലൂടെയും നിയമനിർമ്മാണങ്ങളിലൂടെയും മുതലാളിത്തത്തിന്റെ പരിമിതികളെ മറികടന്ന് സാമൂഹിക ഉടമസ്ഥതയിലുള്ള സ്വത്തുക്കളും സാമ്പത്തിക സംവിധാനങ്ങളും കൊണ്ടുവരുന്നതിനാണ് ഇത് ഊന്നൽ നൽകുന്നത്. തൊഴിലാളികളുടെ സ്വയംഭരണം, വിപണിയുടെ ഉപയോഗം, ഭരണകൂട നിയന്ത്രണങ്ങൾ, ക്ഷേമ പദ്ധതികൾ എന്നിവയെല്ലാം ഇതിലുൾപ്പെടാം. വിപ്ലവത്തിലൂടെയല്ല, മറിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളിലൂടെയും പാർലമെന്ററി സംവിധാനങ്ങളിലൂടെയും സോഷ്യലിസ്റ്റ് ആശയങ്ങൾ നടപ്പിലാക്കുകയെന്നതാണ് ജനാധിപത്യ സോഷ്യലിസ്റ്റുകളുടെ പക്ഷം. ഘട്ടം ഘട്ടമായുള്ള പരിഷ്കാരങ്ങളിലൂടെ മുതലാളിത്തത്തിൽ നിന്നുള്ള മാറ്റമാണ് ഇവർ ലക്ഷ്യമിടുന്നത്. മുതലാളിത്തത്തിന്റെ ദോഷങ്ങൾ പരിഹരിക്കാൻ ഭരണകൂടം ശക്തമായ ക്ഷേമ പരിപാടികളും നിയന്ത്രണങ്ങളും നടപ്പിലാക്കണമെന്നാണ് ജനാധിപത്യ സോഷ്യലിസ്റ്റുകൾ മുന്നോട്ട് വെക്കുന്ന ആശയം. ട്രംപിന്റെ അമേരിക്കയിൽ അധപ്പതിക്കുന്ന ജനാധിപത്യത്തെ തിരികെ കൊണ്ടുവരാനാണ് DSA പ്രവർത്തിക്കുന്നത്. രാജ്യത്തുടനീളം സംഘടനയ്ക്ക് 200ഓളം പ്രാദേശിക ചാപ്റ്ററുകളും 85,000-ലേറെ അംഗങ്ങളുമുണ്ടെന്നാണ് കണക്ക്. നാഷണൽ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ഓഫ് അമേരിക്കയിലും അതിന്റെ ന്യൂയോർക്ക് സിറ്റി ചാപ്റ്ററിലും അംഗമാണ് സൊഹ്റാൻ മംദാനി. 2017 അദ്ദേഹം ന്യൂയോർക്ക് സിറ്റി DSAയിൽ ചേരുന്നത്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ബേണി സാൻഡേഴ്സിന്റെ സ്ഥാനാർത്ഥിത്വത്തോടെയാണ് സംഘടനയുടെ അംഗസംഖ്യ ഉയർന്നത്. 2023 DSAയുടെ ദേശീയ കൺവെൻഷനിൽ മംദാനി നടത്തിയ പ്രസംഗം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ന്യൂയോർക്കിന്റെ ചരിത്രത്തിലുടനീളം ജനാധിപത്യ സോഷ്യലിസ്റ്റുകളുടെ ശബ്ദം പ്രാദേശിക രാഷ്ട്രീയത്തിന്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. 1990 മുതൽ 1993 വരെ ന്യൂയോർക്ക് സിറ്റിയുടെ 106ാമത് മേയറായി സേവനമനുഷ്ഠിച്ച ഡേവിഡ് നോർമൻ ഡിങ്കിൻസും DSA അംഗമായിരുന്നു. മഹാഭൂരിപക്ഷം നഗരവാസികളും നേരിടുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരമുറപ്പാക്കാനുള്ള പുറപ്പാടിലാണ് ന്യൂയോർക്കിന്റെ പുതിയ മേയറായ മംദാനി. ജീവിത ചെലവ് താങ്ങാനാകാത്ത ന്യൂയോർക്ക് സിറ്റിയെ കൂടുതൽ അഫോർഡബിൾ ആക്കുന്നതാണ് പ്രഖ്യാപനങ്ങൾ. കുതിച്ചുയരുന്ന വീട്ടുവാടക മരവിപ്പിക്കുക, യാത്രയ്ക്കായി അവർ ആശ്രയിക്കുന്ന ബസ് യാത്ര സൗജന്യവും സുഗമവുമാക്കാൻ പ്രത്യേക ലൈനുകൾ ഉറപ്പുവരുത്തുക, ഭക്ഷ്യവസ്തുക്കൾക്ക് നഗര സർക്കാരിന്റെ നേതൃത്വത്തിൽ നിയന്ത്രിത വിൽപ്പനശാലകൾ തുറന്ന് വിലക്കയറ്റം നിയന്ത്രിക്കുക, സാർവത്രിക ശിശു സംരക്ഷണം ഉറപ്പുവരുത്തുക തുടങ്ങി കോടീശ്വരന്മാരുടെ വരുമാന നികുതി വർദ്ധിപ്പിച്ച് സാധാരണക്കാർക്ക് ആശ്വാസ പദ്ധതികൾ ഏർപ്പെടുത്തുന്നതടക്കം പ്രഖ്യാപനങ്ങളിൽപ്പെടും. ഒരു വർഷം $10 ലക്ഷം കൂടുതൽ വരുമാനമുള്ളവർക്ക് 2% ഫ്ലാറ്റ് നികുതി ഏർപ്പെടുത്തും. കോർപ്പറേറ്റ് നികുതി 11.5% വർദ്ധിപ്പിക്കാനാണ് മറ്റൊരു തീരുമാനം. ഈ രീതിയിൽ $900 കോടി സമാഹരിക്കാനാണ് നീക്കം. എന്നാൽ ഈ പ്രഖ്യാപനങ്ങളെല്ലാം നിറവേറ്റാൻ ട്രംപിന്റെ ഭീഷണി മറികടക്കുകയെന്ന സുപ്രധാന കടമ്പ മംദാനിക്ക് മുമ്പിലുണ്ട്.
മംദാനി ജയിച്ചാൽ വലിയ വില നൽകേണ്ടി വരുമെന്നായിരുന്നു ന്യൂയോർക്ക് സിറ്റിക്ക് ട്രംപിന്റെ മുന്നറിയിപ്പ്. മംദാനി കമ്മ്യൂണിസ്റ്റാണെന്ന് ആവർത്തിക്കുകയാണ് ട്രംപ്. ന്യൂയോർക്ക് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴിലായാൽ പണം പാഴാകും. പ്രസിഡന്റ് എന്ന നിലയിൽ നല്ല പണം മോശമായ കാര്യങ്ങൾക്കായി നൽകാൻ താൻ ആഗ്രഹിക്കുന്നില്ല. വളരെ കുറഞ്ഞ ഫണ്ട് മാത്രമേ ന്യൂയോർക്ക് സിറ്റിക്ക് അനുവദിക്കൂവെന്നും ഫെഡറൽ ഫണ്ടുകൾ നൽകില്ലെന്നുമാണ് ട്രംപ് വ്യക്തമാക്കിയത്. എന്നാൽ ഫണ്ടുകൾ തടഞ്ഞുവെക്കാൻ ട്രംപിന് നിയമപരമായ പരിമിതികൾ ഉണ്ടെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. US ഭരണഘടന പ്രകാരം കോൺഗ്രസ് നിയമപരമായി അനുവദിച്ച ഫണ്ടുകൾ പ്രസിഡന്റിന് ഏകപക്ഷീയമായി തടഞ്ഞുവെക്കാൻ സാധിക്കില്ല. അതേസമയം അമേരിക്കയെ നശിപ്പിക്കാൻ ഭീകരർക്കൊപ്പം ചേർന്ന കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തൻ എന്നടക്കം തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് കടുത്ത വിദ്വേഷവും വിമർശനവുമായി പിന്നാലെ കൂടിയ ട്രംപിന് വിജയാഘോഷവേളയിൽ തക്ക മറുപടി നൽകുന്നുണ്ട് മംദാനി. ട്രംപ്, ഇതെല്ലാം നിങ്ങൾ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളോട് 4 വാക്കുകളെ ഇപ്പോൾ പറയാനുള്ളൂ. ടേൺ ദ വോള്യൂം അപ്പ് എന്നാണ് അദ്ദേഹം തിരിച്ചടിച്ചത്. ഇന്ത്യ സ്വതന്ത്രമായെന്ന് പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുമ്പ് ജവഹർലാൽ നെഹ്റു നടത്തിയ ചരിത്രപ്രസിദ്ധമായ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി പ്രസംഗം ഉദ്ധരിച്ചുകൊണ്ടാണ് മംദാനി അനുയായികളെ അഭിസംബോധന ചെയ്തത്. ചരിത്രത്തിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന നിമിഷം ആഗതമായിരിക്കുന്നു. നാം പഴയതിൽ നിന്ന് പുതിയതിലേക്ക് കാലെടുത്തു വെക്കുമ്പോൾ, ഒരു യുഗം അവസാനിക്കുമ്പോൾ, ദീർഘകാലം അടിച്ചമർത്തപ്പെട്ട ഒരു രാജ്യത്തിന്റെ ആത്മാവിന് ശബ്ദം ലഭിക്കുമ്പോൾ എന്നിങ്ങനെ പോകുന്നു മംദാനിയുടെ വാക്കുകൾ. ഒരു സ്വേച്ഛാധിപതിയെ ഭയപ്പെടുത്താൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ അത് അയാൾക്ക് അധികാരം നേടാൻ അവസരമൊരുക്കിയ സാഹചര്യങ്ങളെ ഇല്ലാതാക്കുക എന്നതാണ്. ഇങ്ങനെയാണ് നമ്മൾ ട്രംപിനെ തടയുന്നത്. ന്യൂയോർക്ക് കുടിയേറ്റക്കാരുടെ നഗരമായി തുടരും. കുടിയേറ്റക്കാർ നിർമ്മിച്ച, കുടിയേറ്റക്കാർ ശക്തി പകരുന്ന, ഒരു കുടിയേറ്റക്കാരൻ നയിക്കുന്ന നഗരം. അതിനാൽ പ്രസിഡന്റ് ട്രംപ്, ഞങ്ങളിൽ ആരെയെങ്കിലും തൊടണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ എല്ലാവരെയും മറികടക്കേണ്ടി വരുമെന്നാണ് മംദാനി ഉറച്ച ഭാഷയിൽ പറഞ്ഞു വെക്കുന്നത്.